ഭൂമിയിൽ തീയിടുവാൻ ഞാൻ വന്നിരിക്കുന്നു. ഭൂമിയിൽ തീയിടുവാൻ ഞാൻ വന്നിരിക്കുന്നു. അത് ഇപ്പോഴേ കത്തിയെങ്കിൽ കൊള്ളാമായിരുന്നു. അത് ഇപ്പോഴേ കത്തിയെങ്കിൽ കൊള്ളാമായിരുന്നു. പ്രിയപ്പെട്ടവരെ, കർത്താവായ യേശു പ്രവചനാത്മാവിൽ പറഞ്ഞ വളരെ വ്യക്തമായ വിലപ്പെട്ടതായ ഒരു ദൈവികമായ സന്ദേശമാണ്. യേശു ഈ ലോകത്തിൽ വന്നതിൻ്റെ ഉദ്ദേശത്തെക്കുറിച്ച് കർത്താവ് തന്നെ പറയുകയാണ്, ആമേൻ, ഭൂമിയിൽ തീയിടുവാൻ ഞാൻ വന്നിരിക്കുന്നു. അത് ഇപ്പോൾ തന്നെ കത്തി ജ്വലിച്ചാൽ അല്ലെങ്കിൽ അത് പടർന്നാൽ അത് കൊള്ളാമായിരുന്നു. യേശുവിൻ്റെ ഹൃദയത്തിൽ ഒരു ആഗ്രഹമുണ്ട്, ആ തീ കത്തി ജ്വലിക്കണം, ആ കത്തുന്ന തീ ദേശങ്ങളിലേക്ക് പടരണം. ഈ പകൽക്കാലം ഒരു പരിശുദ്ധാത്മാവിൻ്റെ തീ നമ്മുടെ കുടുംബങ്ങളിൽ കത്തിജ്വലിക്കണം. പരിശുദ്ധാത്മാവിൻ്റെ തീ സഭകളിൽ കത്തിജ്വലിക്കണം. പരിശുദ്ധാത്മാവിൻ്റെ തീ വ്യക്തി ജീവിതങ്ങളിൽ കത്തിജ്വലിക്കണം. അന്ത്യകാലത്ത് സകല ജഡത്തിൻ്റെ മേലും ഞാൻ എൻ്റെ ആത്മാവിനെ പകരുമെന്ന് പറഞ്ഞ ദൈവത്തിൻ്റെ വാഗ്ദത്തങ്ങൾ ഈ അന്ത്യകാലത്ത് നിവർത്തിക്കപ്പെടട്ടെ. ഈ പുതിയ വർഷത്തിൽ നാം കാലെടുത്ത് വച്ചിരിക്കുമ്പോൾ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ഇന്ന് വരെ കാലഘട്ടത്തിൽ എന്തിന് ചരിത്രത്തിൽ ഇല്ലാത്തതുപോലെ ആ പരിശുദ്ധാത്മാവിൻ്റെ തീ കൊണ്ട് ജനത്തെ നിറയ്ക്കുമാറാകട്ടെ. പരിശുദ്ധാത്മാവിൻ്റെ ശക്തി വെളിപ്പെടുമ്പോൾ ആമേൻ, അത്ഭുതങ്ങളും അടയാളങ്ങളും വീര്യപ്രവർത്തികളും നടക്കും. ഈ തീ കൊണ്ടുണ്ടാകുന്ന ആമേൻ ചില പ്രത്യേകതകൾ വേഗത്തിൽ ഞാൻ പറയുവാൻ ആഗ്രഹിക്കുകയാണ്. പുറപ്പാട് പുസ്തകം 29:34, പുറപ്പാട് 3:2 ഇവിടെയെല്ലാം നാം വായിച്ചാൽ ആ തീ ഇറങ്ങി വന്ന സ്ഥലത്ത് ആമേൻ ദൈവത്തെ ദർശിക്കുവാൻ കഴിഞ്ഞു. മോശ ഹോരേപ്പിൽ എത്തിയപ്പോൾ, മോശ സീനായി പർവ്വതത്തിൽ എത്തിയപ്പോൾ തീ ഇറങ്ങി വന്നു. ആ തീക്കകത്ത് ദൈവ സാന്നിധ്യം ഉണ്ടായിരുന്നു. അങ്ങനെയെങ്കിൽ തീ കത്തുവാൻ തുടങ്ങിയാൽ ജനത്തിന് ദൈവത്തെ കാണുവാൻ കഴിയും. നമ്മുടെ ദേശങ്ങൾ ദൈവത്തെ അറിയണം, രാജ്യങ്ങൾ ദൈവത്തെ അറിയണം, കുടുംബങ്ങൾ ദൈവത്തെ അറിയണം, വ്യക്തി ജീവിതങ്ങൾ ദൈവത്തെ അറിയണം. ആമേൻ, ഹല്ലേലൂയ. മദ്യത്തിനും മയക്കുമരുന്നിനും അടിമപ്പെട്ട് കിടക്കുന്നവർ യേശുവിനെ കാണണം. കർത്താവിന് വേണ്ടി ആമേൻ വിളിയും തെരഞ്ഞെടുപ്പുമുള്ളവർ യേശുവിനെ ദർശിക്കണം. യേശുവിനെ ദർശിക്കുവാൻ തക്കവണ്ണമായി ഈ തീ ഈ ദിവസങ്ങളിൽ നമ്മുടെ കുടുംബങ്ങളിൽ കത്തി ജ്വലിക്കട്ടെ. ആമേൻ. 1 രാജാക്കന്മാരുടെ പുസ്തകം 18:39 വാക്യത്തിൽ വായിക്കുമ്പോൾ തീ ഇറങ്ങിയാൽ ജനങ്ങൾ മാനസാന്തരപ്പെട്ടു വരും. അതാ ആമേൻ, ഏലിയാവിൻ്റെ പ്രാർത്ഥനയ്ക്ക് മറുപടിയായി ദൈവം അഗ്നിയാൽ തീ കൊണ്ട് മറുപടി നൽകിയപ്പോൾ ഇരുമനസ്സുള്ളവരായി യഹോവയെ വിട്ട് പാലിന് പുറകെ പോയ ജനം, എന്ത് ചെയ്യണമെന്നറിയാതിരുന്നതായ ജനം, തീരുമാനമെടുക്കുവാൻ കഴിയാതിരുന്ന ജനം ഒരുമിച്ച് ആർപ്പിട്ട് വിളിച്ചു പറഞ്ഞു, യഹോവ തന്നെ ദൈവം, കർത്താവ് തന്നെ ദൈവം എന്ന് പറഞ്ഞ് ദൈവത്തിലേക്ക് തിരിയുവാനിടയായി. ഈ കാലഘട്ടത്തിൽ തീ ഇറങ്ങിയാൽ, ദൈവ സാന്നിധ്യം വെളിപ്പെട്ടാൽ അസാധാരണമായ ആമേൻ മാനസാന്തരങ്ങൾ ഉണ്ടാകും. കൂട്ടം കൂട്ടമായി ജനം രക്ഷിക്കപ്പെടും. ഈ പകൽക്കാലം പ്രവചനാത്മാവിൽ വിളിച്ച് പറയുവാൻ ആഗ്രഹിക്കുകയാണ്. കൂട്ടം കൂട്ടമായി, കുടുംബം കുടുംബമായി, ഗോത്രം ഗോത്രമായി, വർക്കം വർക്കമായി, ഭാഷ ഭാഷയായി ജനങ്ങൾ കൂട്ടമായി രക്ഷിക്കപ്പെട്ട് ദൈവത്തിൻ്റെ ആലയത്തിലേക്ക് കടന്നു വരത്തക്ക നിലയിൽ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ തീ ഈ കാലഘട്ടത്തിൽ വെളിപ്പെടുവാൻ പോകുകയാണ്. ആമേൻ. തീ വെളിപ്പെട്ടാൽ, പരിശുദ്ധാത്മാവിൻ്റെ അഗ്നി വെളിപ്പെട്ടാൽ ഹൃദയത്തിൽ ജനത്തിന് കുത്തേൽക്കും. ആമേൻ. അപ്പോസ്തല പ്രവൃത്തിയുടെ പുസ്തകം 2-4 വാക്യം, 2-37 വാക്യത്തിലല്ല, പരിശുദ്ധാത്മാവ് തീ എന്നതുപോലെ ഇറങ്ങിയപ്പോൾ ആമേൻ അവർ ഹൃദയത്തിൽ കുത്തുകൊണ്ടപ്പെട്ടവരായി രക്ഷിക്കപ്പെടുവാൻ ഞങ്ങൾ എന്ത് ചെയ്യണമെന്ന് ചോദിക്കുന്നതായ അനുഭവം ഉണ്ടാകുവാനിടയായി. അതേ പ്രിയപ്പെട്ടവരെ, തീ ഇറങ്ങട്ടെ. തീക്ക് മറ്റൊരു പ്രത്യേകതയുണ്ട്. മാലിന്യങ്ങളെ കത്തിച്ച് ശുദ്ധീകരണം ചെയ്യുവാൻ തീയെക്കൊണ്ടേ കഴിയത്തുള്ളൂ. തീ ഇറങ്ങിക്കഴിഞ്ഞാൽ, അഗ്നി വ്യാപരിച്ചാൽ, അഗ്നി കത്തിപ്പടർന്നാൽ അതൊരു ശുദ്ധീകരണത്തിലേക്ക് കൊണ്ടുവരും. ഈ കാലഘട്ടത്തിൽ സഭയ്ക്കകത്ത് ശുദ്ധീകരണം വേണം, കുടുംബങ്ങൾക്കകത്തൊരു ശുദ്ധീകരണം വേണം, വ്യക്തി ജീവിതങ്ങളിൽ ഒരു ശുദ്ധീകരണം ഉണ്ടാകണം, നാവിന് ഒരു ശുദ്ധീകരണം ഉണ്ടാകണം. യെശയ്യാവ് പറഞ്ഞു, ഞാൻ അശുദ്ധ ഉദടുകളുള്ളതായ മനുഷ്യൻ, തടിച്ച നാവുള്ളതായ മനുഷ്യൻ, എൻ്റെ നാവിനെ കർത്താവ് തൊടണമേ. ദൈവത്തിൻ്റെ ആലയത്തിൽ അവൻ കത്തി ജ്വലിക്കുന്ന തീ കൊണ്ടുവന്ന ദൈവത്തിൻ്റെ ദൂതൻ യെശയ്യാവിൻ്റെ നാവിനെ തൊട്ടപ്പോൾ നാവിൽ ദൈവശക്തി വ്യാപരിക്കുവാനിടയായി. ആമേൻ. 5-ാമതായി തീക്ക് മറ്റൊരു പ്രത്യേകത
പറയുന്നുമുണ്ട്, തീ ഒരു സ്ഥലത്ത് ആളിക്കത്തിയാൽ അവിടെ മാത്രം നിൽക്കത്തില്ല. നമുക്കറിയാം ആമസോൺ കാടുകൾ കത്തിയതെ കുറിച്ചല്ല. ആമേൻ, അത് പടരും, അത് പടരും, അത് പടരും. അതേ അസ്പൊറിയിൽ ആമേൻ ഹല്ലേലൂയ യൂണിവേഴ്സിറ്റി ക്യാമ്പസിൽ കഴിഞ്ഞ വർഷമുണ്ടായ ആത്മാവിൻ്റെ തീച്ചുവാലകൾ അവിടെ നിന്ന് കത്തി പടരുവാനിടയായി. ആമേൻ, 2000 വർഷങ്ങൾക്ക് മുൻപ് ആമേൻ മാളികമുറിയിൽ 120 പേർ കൂടിയിരുന്ന് പ്രാർത്ഥിച്ചപ്പോൾ മാളികമുറിയിൽ വെളിപ്പെട്ട ആ തീ ലോകമെമ്പാടും പടരുവാനിടയായി. 1900കളിൽ ആമേൻ ഹല്ലേലൂയ വേൽസിൽ ഉണ്ടായതായ തീ, അതേ ഹല്ലേലൂയ അമേരിക്കയിൽ ഉണ്ടായതായ തീ, ആമേൻ ഹല്ലേലൂയ പെന്തക്കോസ്ത് എന്നതായ അഗ്നിജ്വാലയായി അത് കത്തി പടരുവാനിടയായി. തീ കൊണ്ട് കർത്താവ് നമ്മെ സ്നാനപ്പെടുത്തട്ടെ. ഭൂമിയുടെ മേൽ തീയിടുവാൻ ഞാൻ വന്നിരിക്കുന്നു. അത് ഇപ്പോൾ തന്നെ കത്തി ജ്വലിക്കണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. യേശുവിൻ്റെ ആഗ്രഹം പോലെ തന്നെ ആമേൻ കത്തി ജ്വലിക്കുന്ന ഒരു തീയായി മാറട്ടെ. 6ാമതായി, തീ ഇറങ്ങിയാൽ ബന്ധനങ്ങൾ ആമേൻ അടിഞ്ഞു പോകും. ശിംശോനെ ബന്ധിച്ചു കെട്ടി ആ ബന്ധനത്തിൻ്റെ നടുവിലായിരുന്നപ്പോൾ ബന്ധനങ്ങൾ ആമേൻ ഹല്ലേലൂയ ശിംശോനെ തകർക്കുവാൻ കഴിഞ്ഞില്ല. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ ശക്തി ശിംശോന്റെ ശരീരത്തിലേക്ക് ഇറങ്ങിയപ്പോൾ ആ തീ എന്നതുപോലെ ആ ചരടുകൾ അല്ലെങ്കിൽ ആമേൻ ഹല്ലേലൂയ കയറുകളെല്ലാം ആമേൻ വെന്ത് കരുകിപ്പോകുവാനിടയായി. തീ കൊണ്ട് ദൈവം നമ്മെ സ്നാനപ്പെടുത്തട്ടെ. പരിശുദ്ധാത്മാവിനാലും തീയാലും ദൈവം നമ്മെ നിറയ്ക്കട്ടെ. ഈ ദിവസങ്ങളിൽ നമ്മുടെ മേൽ തീ വ്യാപരിക്കണം, നമ്മുടെ കുടുംബത്തിൽ തീ വ്യാപരിക്കണം. തീ എന്ന് പറഞ്ഞാൽ ആ അഗ്നി നമ്മുടെ ജീവിതത്തിൽ വെളിപ്പെടണം. ഈ അഗ്നി വെളിപ്പെടുവാൻ നാം എന്ത് ചെയ്യണം ആമേൻ എന്ന് ആമേൻ ഒരു 3-4 കാര്യങ്ങൾ വേഗത്തിൽ ചിന്തിച്ച് പ്രാർത്ഥിക്കുവാൻ കർത്താവിൽ ആഗ്രഹിക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, നമ്മുടെ കുടുംബത്തിൽ ദൈവത്തിൻ്റെ സാന്നിധ്യം ശക്തമായി വെളിപ്പെട്ടുകൊണ്ടിരിക്കണം. നമ്മുടെ വീട് തീ കൊണ്ട് നിറഞ്ഞതുപോലെ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ സാന്നിധ്യത്താൽ നിറഞ്ഞിരുന്നാൽ ഒരു മന്ത്രവാദത്തിന്, ആഭിചാരത്തിന്, രോഗത്തിന്, ഇരുട്ടിൻ്റെ വ്യാപാരങ്ങൾക്ക്, നേർച്ചകാഴ്ച ശക്തികൾക്ക്, അസൂയയ്ക്ക്, ഹല്ലേലൂയ ഈ ലോകത്തിലെ വെല്ലുവിളികൾക്കൊന്നും നമ്മെ തൊടുവാൻ കഴിയാത്തവണ്ണം ദൈവത്തിൻ്റെ സംരക്ഷണം ഉണ്ടാകും. സഖറിയാ പ്രവാചകൻ വിളിച്ചു പറഞ്ഞു, ആമേൻ, അവർക്ക് ചുറ്റിലും ഞാൻ അഗ്നി മതിലായിരിക്കും. അതെ, തീ മതിലായി ദൈവം വെളിപ്പെടുത്തുമാറാകട്ടെ. കുടുംബങ്ങളെ ചുറ്റി ദൈവത്തിൻ്റെ അഗ്നിമതിൽ വെളിപ്പെടുമാറാകട്ടെ. യൗവനക്കാരെ ചുറ്റിലും ദൈവത്തിൻ്റെ അഗ്നിമതിൽ വെളിപ്പെടുമാറാകട്ടെ. വാർത്തിക പ്രായത്തിലിരിക്കുന്ന മാതാപിതാക്കളെ ചുറ്റിലും ദൈവത്തിൻ്റെ അഗ്നിമതിൽ വെളിപ്പെടുമാറാകട്ടെ. ഒറ്റയ്ക്ക് പാർക്കുന്നവർ, ആമേൻ, വിദേശ രാജ്യങ്ങളിൽ ജോലി ചെയ്യുന്നവർ, ആമേൻ, പല ഹോസ്റ്റലുകളിൽ താമസിച്ച് പഠിക്കുന്നതായ കുഞ്ഞുങ്ങൾ, ആമേൻ, പലവിധമായ പ്രേരണകളുടെ നടുവിലായിരിക്കുന്ന ജനത്തെ ചുറ്റി ദൈവത്തിൻ്റെ തീ വെളിപ്പെട്ടാൽ ഒരു അന്ധകാര ശക്തിക്കും തൊടുവാൻ കഴിയാതെ വണ്ണം, ഒരു മാലിന്യത്തിനും തൊടുവാൻ കഴിയാതെ വണ്ണം ദൈവം നമ്മെ സംരക്ഷിക്കും. നമ്മുടെ കുടുംബത്തിൽ, നമ്മുടെ ജീവിതത്തിൽ തീ ഇറങ്ങുവാൻ നാം എന്ത് ചെയ്യണം? ഒന്നാമതായി ആമേൻ, ഉൽപ്പത്തിയുടെ പുസ്തകം 4-ാം അധ്യായം 4-ാമത്തെ വാക്യം. ഉൽപ്പത്തിയുടെ പുസ്തകം 4-ാം അധ്യായം 4-ാമത്തെ വാക്യം. ഹാബേലും ആട്ടിൻകൂട്ടത്തിലെ കടിഞ്ഞൂലുകളിൽ നിന്നും അവരുടെ മേധസ്സിൽ നിന്നും തന്നെ ഒരു വഴിപാട് കൊണ്ടുവന്നു. യഹോവ ഹാബേലിലും അവന്റെ വഴിപാടിലും പ്രസാദിച്ചു. ആമേൻ. വഴിപാടിൽ കർത്താവ് പ്രസാദിച്ചു. ആ വഴിപാടിൽ പ്രസാദിക്കുവാൻ കാരണം വഴിപാട് നന്നായത് കൊണ്ട് മാത്രമല്ല, ആ വഴിപാട് കൊണ്ടുവന്നതായ ഹാബേലിനെ കർത്താവ് അംഗീകരിച്ചു. നമ്മുടെ ജീവിതത്തിൽ തീ ഇറങ്ങണമെങ്കിൽ, നമ്മുടെ കുടുംബ ജീവിതത്തിൽ, നമ്മുടെ സഭയിൽ, നമ്മുടെ ആരാധനയിൽ തീ ഇറങ്ങണമെങ്കിൽ വ്യക്തികൾ വളരെ വിലപ്പെട്ടവരാണ്. ഓരോ ജീവിതങ്ങളും വിലപ്പെട്ടതാണ്. അവൻ നമ്മെ ദൈവം അംഗീകരിക്കണം. നാം ദൈവത്തിന് പ്രസാദമുള്ളതായ ഒരു യാഗമർപ്പിക്കണം. നമ്മെ തന്നെ ഹോമയാഗമായി, ഹനനയാഗമായി, സർവാംഗ ദഹനയാഗമായി ദൈവത്തിന് മുൻപാകെ സമർപ്പിക്കണം. നമ്മുടെ പഞ്ചേന്ദ്രിയങ്ങളിൽ കൂടെയാണ് പാപം പ്രവേശിക്കുന്നത്. പഞ്ചേന്ദ്രിയങ്ങൾ ശുദ്ധീകരിക്കപ്പെടണം. നമ്മെ തന്നെ കർത്താവേ, എന്നെ പൂർണ്ണമായി സമർപ്പിക്കുന്നു എന്ന് പറഞ്ഞ് ഈ പുതിയ ദിവസത്തിൽ നാം ദൈവപാദപീഠത്തിൽ നമ്മെ സമർപ്പിക്കുവാൻ കർത്താവ് സഹായിക്കുമാറാകട്ടെ. സമർപ്പിക്കുന്നുണ്ടെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ വലിയൊരു മാറ്റമുണ്ടാകും. 2 പേർ യാഗം കഴിക്കുവാൻ വരുന്നു. ഒരുത്തൻ കായീൻ, മറ്റൊരുത്തൻ ഹാബേൽ. 2 പേരും ഒരേ കുടുംബത്തിൽ ജനിച്ചവർ, 2 പേരും സഹോദരന്മാർ. എന്നാൽ ഒരാളുടെ യാഗത്തെ ദൈവം അംഗീകരിച്ചു, ഒരാളുടെ യാഗത്തെ ദൈവം അംഗീകരിച്ചില്ല. ഒരേ വീട്ടിലുള്ള 2 പേരുടെ യാഗത്തിൽ ഒരുത്തൻ്റെ യാഗത്തിൽ ദൈവം പ്രസാദിച്ചു, ഒരുത്തൻ്റെ യാഗത്തിൽ ദൈവം പ്രസാദിച്ചില്ല. എന്താ കാരണം? ഹല്ലേലൂയ. യാഗവസ്തുവിൻ്റെ ആണോ? ആമേൻ.
യാഗം കൊണ്ടുവന്നതായ വ്യക്തി ജീവിതങ്ങൾ തങ്ങളുടെ ജീവിതത്തിൽ മാലിന്യം, കറ, ചുളുക്കം, കോട്ടാപ്പ് ഒന്നുമില്ലാത്തവരായി നിഷ്കളങ്കമായി നേരോട് നിൽക്കുന്നവരായി ദൈവത്തിന് വേണ്ടി വിശുദ്ധ യാഗമായി തന്നെ സമർപ്പിക്കുന്നവരായിരിക്കണം. ഹാബേലിൻ്റെ യാഗത്തെ ദൈവം അംഗീകരിച്ചതുകൊണ്ട് അവിടെ തീ വെളിപ്പെടുവാനിടയായി. പ്രിയപ്പെട്ടവരെ, നമ്മുടെ ആരാധന ദൈവം അംഗീകരിക്കുന്നതായി മാറട്ടെ. നമ്മുടെ ആരാധന ദൈവം അംഗീകരിക്കണമെങ്കിൽ എന്താണ് ദൈവത്തിൻ്റെ വചനം പറയുന്നത്? സങ്കീർത്തനം 96:6 വിശുദ്ധ വസ്ത്ര അലങ്കാരത്തോടുകൂടെ ദൈവത്തെ ആരാധിക്കുക. ആമേൻ. മത്തായിയുടെ സുവിശേഷം 8-ാം വാക്യം, ഹൃദയശുദ്ധിയുള്ളവർ ഭാഗ്യവാന്മാർ, അവർ ദൈവത്തെ കാണും, ദൈവത്തെ ദർശിക്കണം. നമ്മുടെ ആരാധനയിൽ ദൈവ സാന്നിധ്യം വെളിപ്പെടണം. ഇന്ന് കലാകാരന്മാരെല്ലാം അവൻ നിറഞ്ഞു നിന്ന് മ്യൂസിക് ഇൻസ്ട്രുമെൻ്റ് എല്ലാം ഉപയോഗിച്ച് വളരെ ശബ്ദത്തിൽ വളരെ രാഗത്തിൽ പാടി ആരാധിക്കുന്നു. നല്ലതാണ്. എന്നാൽ ആമേൻ അവിടെ ദൈവം പ്രസാദിച്ചില്ലെങ്കിൽ എന്ത് പ്രയോജനം? ആമേൻ. വില കൊടുത്തു വാങ്ങിയ ഇൻസ്ട്രുമെൻ്റ് കൊണ്ടല്ല, വില കൊടുത്തു വാങ്ങിയതായ വസ്ത്രങ്ങൾ കൊണ്ടല്ല, വില കൊടുത്തു വാങ്ങിയ ലൈറ്റ് സെറ്റിംഗ് കൊണ്ടല്ല ദൈവം പ്രസാദിക്കുന്ന ആരാധന. ഹൃദയത്തെ ദൈവം കാണുന്നു. നമ്മുടെ അന്തരംഗത്തിൽ വിശുദ്ധി ഉണ്ടാകണം. നമ്മുടെ ജീവിതത്തിൽ ആമേൻ ദൈവത്തുമായി ഉള്ളതായ ഒരു ബന്ധമുണ്ടാകണം. അങ്ങനെ ഉള്ളപ്പോൾ മാത്രമേ ദൈവത്തിന് പ്രസാദിക്കുവാൻ കഴിയത്തുള്ളൂ. ഹാബേലിൻ്റെ യാഗത്തിൽ ദൈവം പ്രസാദിപ്പിച്ചു, അതുകൊണ്ട് അഗ്നി ഇറങ്ങുവാനിടയായി. രണ്ടാമതായി ആമേൻ ഉൽപ്പത്തിയുടെ പുസ്തകം 15-17 അബ്രഹാം ദൈവത്തിനു വേണ്ടി യാഗം ചെയ്യുന്നു. സൂര്യൻ അസ്തമിച്ച് ഇരുട്ടായ ശേഷം ഇതാ പുകയുന്ന ഒരു തീച്ചൂള, ആ പാകങ്ങളുടെ നടുവേ ജ്വലിക്കുന്ന ഒരു പന്തം കടന്നുപോയി. യെസ്, തീ ഇറങ്ങി വന്നു. അബ്രഹാം ചെയ്ത വഴിപാടിനെ ദൈവം അംഗീകരിക്കുവാൻ തീ കൊണ്ട് ഉടമ്പടി ചെയ്തിറങ്ങി വരികയാണ്. ഇവിടെ നമുക്ക് കാണുന്നു, ദൈവത്തോട് അബ്രഹാം ഉടമ്പടി ചെയ്യുന്നു. ഉടമ്പടി ചെയ്യുക. പ്രിയപ്പെട്ടവരെ, ദൈവം നമ്മെ സന്ദർശിക്കുവാൻ ഇറങ്ങി വരുമ്പോൾ ജീവിതത്തിൽ ചില ഉടമ്പടികൾ ചെയ്യണം. പുതിയ വർഷത്തിൽ വന്നിരിക്കുന്ന നാം നമ്മോട് തന്നെ ചില ഉടമ്പടികൾ ചെയ്യണം. എന്താണ് ഉടമ്പടി ചെയ്യേണ്ടത്? നമ്മുടെ വിശുദ്ധ ജീവിതത്തെക്കുറിച്ച് നമുക്കൊരു തീരുമാനമുണ്ടാകണം. ദാനിയേലിൻ്റെ പുസ്തകം 1-ാം ദാനിയേൽ അവൻ രാജാവിൻ്റെ ഭോജനത്താൽ തന്നെത്താൻ അശുദ്ധനാക്കത്തില്ല എന്ന് ഹൃദയത്തിൽ നിശ്ചയിച്ചു, തീരുമാനമെടുത്തു. ഹൃദയത്തിൽ തീരുമാനമുള്ളവരായി തീരുക. ആത്മീയ ജീവിതത്തിൽ എങ്ങനെയായി തീരണം? അവൻ കുടുംബ ജീവിതത്തിൽ എങ്ങനെയായിരിക്കണം? സഭയുമായുള്ള ബന്ധത്തിൽ, കൂട്ടായ്മയിൽ നാം എങ്ങനെയായിരിക്കണം? ജോലി സ്ഥലത്ത് എങ്ങനെയായിരിക്കണം? തീരുമാനമുള്ളവരായി തീരുക. തീരുമാനമെടുത്താൽ ആമേൻ. തീരുമാനമെന്ന് പറയുന്നത് കർത്താവിനൊരു ഉടമ്പടി ചെയ്താൽ അവരെ ദൈവം മാനിക്കും. അവിടെ തീ ഇറങ്ങി വരും. ലേവ്യ പുസ്തകം 9-ാം 24 വാക്യം. ലേവ്യ പുസ്തകം 9-ാം 24 യഹോവയുടെ സന്നിധിയിൽ നിന്നും തീ പുറപ്പെട്ട് യാഗപീഠത്തിന്മേലുള്ള ഹോമയാഗവും മേധസ്സും ദഹിപ്പിച്ചു. അതെ, ഹോമയാഗവും മേധസ്സും ദഹിപ്പിക്കുവാൻ തക്കവണ്ണമായി ദൈവത്തിൽ നിന്ന് തീ ഇറങ്ങി വന്നു. ഈ ദിവസങ്ങളിൽ നമ്മെ തന്നെ പൂർണ്ണമായി റോമാലേഖനം 12:1 പറയപ്പെട്ടതുപോലെ, റോമാലേഖനം 6:1 പറയപ്പെട്ടിരിക്കുന്നത് പോലെ പാപത്തിന് നാം മരിക്കണം, ക്രിസ്തുവോടുകൂടെ ക്രൂശിക്കപ്പെടണം, അവനുള്ളവരായി തീരണം. നമ്മുടെ കുടുംബ ജീവിതത്തിൽ പറയണം, ഞാൻ ജീവിക്കുന്നത് ക്രിസ്തുവിന് വേണ്ടി. ആമേൻ. നമ്മുടെ ജീവിതം കർത്താവിന് വേണ്ടി തീരട്ടെ. ജീവിക്കുന്നത് ക്രിസ്തുവും മരിക്കുന്നത് ലാഭവുമായി തീരട്ടെ. വിശുദ്ധ പൗലോസ് പറഞ്ഞതുപോലെ കർത്താവിന് വേണ്ടി നിന്നാൽ യാഗത്തെ കർത്താവ് അംഗീകരിക്കുവാൻ ഇറങ്ങി വരും. പഴയ നിയമത്തിൽ ദൈവം പ്രസാദിപ്പിക്കുന്ന ഒരു യാഗമായി അവർ യാഗത്തെ ചെയ്തപ്പോൾ ആ യാഗത്തിൻ്റെ ആമേൻ മേധസ്സിനെ ഭക്ഷിക്കുവാൻ, ആ യാഗത്തിനെ ആമേൻ അംഗീകരിക്കുവാൻ ദൈവസന്നിധിയിൽ നിന്ന് തീ ഇറങ്ങി വന്നു. അതേ പ്രിയപ്പെട്ടവരെ, തീ ഇറങ്ങട്ടെ. ഈ കാലഘട്ടത്തിൽ ഭൂമിയിൽ തീയിടുവാൻ ദൈവം വന്നിരിക്കുന്നു. ആ ആത്മാവിൻ്റെ തീ ഈ ജ്വാലകളിൽ, ഈ ദിവസങ്ങളിൽ നമ്മുടെ ജീവിതത്തിൽ വെളിപ്പെടുവാൻ വളരെ ആമേൻ വിശുദ്ധിയോടുകൂടെ, നിർമ്മല ഹൃദയത്തോടുകൂടെ, സമർപ്പണത്തോടുകൂടെ മുൻപോട്ട് പോകുവാൻ ദൈവം സഹായിക്കട്ടെ. വളരെ പ്രത്യേകമായ ഒരു സന്ദേശം കൂടെ ഞാൻ കൈമാറുവാൻ ആഗ്രഹിക്കുകയാണ്. നമ്മുടെ വീടുകളിൽ സാത്താന്യ പോരാട്ടങ്ങൾ ഉണ്ടാകരുത്. വീടുകളുടെ മേൽ ശാപങ്ങൾ വ്യാപരിക്കരുത്. പാരമ്പര്യമായ ശാപത്തിൻ്റെ കെട്ടുകൾ തലമുറകളിൽ വ്യാപരിക്കരുത്. ആമേൻ. ഹല്ലേലൂയ. മാറി മാറി ഉണ്ടാകുന്നതായ രോഗങ്ങൾ, മാറി മാറി ഉണ്ടാകുന്നതായ അനർത്ഥങ്ങൾ, ആമേൻ, പരാജയങ്ങൾ, സാമ്പത്തിക ഞെരുക്കങ്ങൾ, നഷ്ടങ്ങൾ ജീവിതത്തിൽ ഉണ്ടാകാതിരിക്കണമെങ്കിൽ നമ്മുടെ യാഗത്തിൽ ദൈവത്തിൻ്റെ സാന്നിധ്യം വെളിപ്പെടണം. ഹല്ലേലൂയ. ഏലിയാവിൻ്റെ കാലഘട്ടത്തിൽ ഇസ്രായേൽ ജനത്തിൻ്റെ നടുവിൽ യാഗപീഠം ഇടിഞ്ഞു കിടക്കുകയാണ്. ഒരു കാലഘട്ടത്തിൽ ആമേൻ അബ്രഹാമിൻ്റെ കാലം
മുതൽ യാഗപീഠമുണ്ടായിരുന്നു. മോശയുടെ കാലഘട്ടത്തിൽ യാഗപീഠമുണ്ടായിരുന്നു. യോശുവയുടെ കാലഘട്ടത്തിൽ യാഗപീഠമുണ്ടായിരുന്നു. ഗദെയോന്റെ കാലഘട്ടത്തിൽ യാഗപീഠമുണ്ടായിരുന്നു. ശമൂവേലിന്റെ കാലഘട്ടം വന്നപ്പോഴും യാഗപീഠമുണ്ടായി. ശൗലിന്റെ കാലഘട്ടത്തിൽ യാഗപീഠമുണ്ടായി. ദാവീദിന്റെ കാലഘട്ടത്തിലും യാഗപീഠമുണ്ടായി. ശലോമോന്റെ കാലഘട്ടത്തിലും യാഗപീഠമുണ്ടായി. ശലോമോൻ 1000 കാളകളെ ദൈവത്തിന് വേണ്ടി ആമേൻ യാഗമായി അർപ്പിച്ചു. എന്നാൽ ആഹാബ് രാജാവിന്റെ കാലഘട്ടത്തിലേക്ക് വന്നപ്പോൾ യാഗപീഠമുണ്ട്. യാഗപീഠം തകർന്നു കിടക്കുകയാണ്. യാഗപീഠത്തിൽ യാഗമില്ല, യാഗപീഠത്തിൽ ആരാധനയില്ല, യാഗപീഠത്തിൽ ഹല്ലേലൂയ സ്തോത്രം ദൈവത്തിന് വേണ്ടി അർപ്പിക്കുന്നതായി യാഗമില്ലാതെ അത് ഇടിഞ്ഞു കിടക്കുകയാണ്. ദൈവത്തിന്റെ വചനം പറയുന്നു, യാഗപീഠത്തിൽ ദിവസവും യാഗം ചെയ്തുകൊണ്ടിരിക്കണം. ചില കുടുംബങ്ങൾ ഒരു കാലഘട്ടത്തിൽ ദൈവത്തിന് വേണ്ടി ശക്തമായി നിന്നവർ, പിതാക്കന്മാർ ദൈവത്തോട് പറ്റി നിന്നവർ, പിതാക്കന്മാർ ആരാധനയ്ക്ക് സ്ഥാനം കൊടുത്തവർ, പിതാക്കന്മാർ ദൈവവേലയ്ക്ക് വേണ്ടി ചുമല് കൊടുത്തവർ. എന്നാൽ തലമുറകളുടെ കാലഘട്ടം വന്നപ്പോൾ അനുഗ്രഹമുണ്ടായി, വർധനവുണ്ടായി. എന്നാൽ യാഗപീഠം ഇടിഞ്ഞു കിടക്കുകയാണ്. ആരാധനയ്ക്ക് ആമേൻ തക്ക മഹത്വം കൊടുക്കാതെ, ആലയത്തിൽ സമയം ചെലവഴിക്കുവാൻ കഴിയാതെ, ദൈവവുമായുള്ള ബന്ധത്തിൽ അധിക നേരം കൊടുക്കുവാൻ കഴിയാതെ, സ്വന്തം ഇഷ്ടത്തിന് വേണ്ടി, സ്വന്തം കാര്യത്തിന് വേണ്ടി, ജോലി തിരക്കിൻ്റെ നടുവിൽ വിദ്യാഭ്യാസത്തിന് വേണ്ടി, ലോകസ്ഥാനമാനങ്ങൾക്ക് വേണ്ടി ഓടിപ്പോയത് മുഖാന്തരം ഇന്ന് പല കുടുംബങ്ങളിലും പല സഭകളിലും പല വ്യക്തി ജീവിതങ്ങളിലും യാഗപീഠം തകർന്നു കിടക്കുകയാണ്. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരോട് ഒരു ചോദ്യം ചോദിക്കട്ടെ, താങ്കളുടെ ജീവിതത്തിലെ യാഗപീഠം തകർന്നു കിടക്കുകയാണോ? അല്ല, അതിൽ ആരാധനയും ആമേൻ യാഗങ്ങളും അർപ്പിക്കപ്പെട്ടുകൊണ്ടിരിക്കുകയാണോ? യാഗപീഠം തകർന്നു പോയാൽ ബാലിൻ്റെ പ്രതിഷ്ഠകൾ എഴുന്നേൽക്കും. യാഗപീഠം തകർക്കപ്പെട്ടാൽ വെല്ലുവിളികൾ ഉണ്ടാകും. യാഗപീഠം തകർന്നു കിടന്നാൽ ആമേൻ ജനത്തിൻ്റെ ഇടയിൽ ഭിന്നതകൾ ഉണ്ടാകും. യാഗപീഠം തകർന്നു കിടക്കുമ്പോൾ ആമേൻ ദേശത്തിലെ അന്ധകാര ശക്തിയുടെ വാഴ്ചകൾ ഉണ്ടാകും. ഇത് മനസ്സിലാക്കിയ ഏലിയാവ് കടന്നു വന്ന് ആദ്യമായി ചെയ്യുന്ന ഒരു പ്രവൃത്തിയുണ്ട്. തകർക്കപ്പെട്ട യാഗപീഠം പണിതു. ഈ കാലഘട്ടത്തിൽ ഈ പകൽക്കാലം സന്ദേശം കേൾക്കുന്ന പ്രിയപ്പെട്ടവരോട് ആമേൻ ആത്മാവിൽ ദൂത് കൈമാറുകയാണ്. യാഗപീഠങ്ങൾ തകർന്നു കിടക്കുന്നുണ്ടെങ്കിൽ അതിനെ പണിയണം, അതിനെ യഥാസ്ഥാനപ്പെടുത്തണം. പ്രാർത്ഥനാ ജീവിതത്തിലേക്ക് മടങ്ങി വരണം, ഉപവാസത്തിലേക്ക് മടങ്ങി വരണം, ദൈവമായുള്ള ബന്ധത്തിലേക്ക് മടങ്ങി വരണം, വിശുദ്ധ ജീവിതത്തിലേക്ക് മടങ്ങി വരണം, കുടുംബ ഐക്യതയിലേക്ക് കടന്നു വരണം, സഹോദര സ്നേഹത്തിലേക്ക് കടന്നു വരണം, ആത്മനിയോഗത്തിലേക്ക് കടന്നു വരണം. ആത്മാവിൻ്റെ ആമേൻ നിയോഗമനുസരിച്ച് പ്രവർത്തിക്കുന്ന അനുഭവങ്ങളിലേക്ക് കടന്നു വരിക. ദൈവവചനം അനുസരിച്ച് നിഷ്കളങ്കമായി നടക്കുവാൻ നാം മനം തിരിഞ്ഞു വന്നാൽ യാഗപീഠങ്ങൾ പണിയപ്പെടും. ആമേൻ. കഴിഞ്ഞ ദിവസം ഒരു വീട്ടിൽ പോയി പ്രാർത്ഥനയ്ക്കായി പോയപ്പോൾ 4 പേരുള്ള കുടുംബം, 4 പേരും 4 റൂമിലാണ്. ആമേൻ. 4 തിക്കിലിരിക്കുകയാണ്. ഒരു വീട്, എന്നാൽ 4 പേർ 4 മനസ്സോടെ. ആമേൻ. ആ വീട്ടിൽ എങ്ങനെ ദൈവത്തിൻ്റെ സാന്നിധ്യം വെളിപ്പെടും? പ്രിയപ്പെട്ടവരെ, വീട്ടിൻ്റെ അകത്ത് കുടുംബ പ്രാർത്ഥന ഉണ്ടാകണം. ആമേൻ. സഭയ്ക്കകത്ത് കുടുംബങ്ങളായി ഒരുമിച്ച് പ്രാർത്ഥിക്കുന്ന നല്ല അനുഭവങ്ങൾ ഉണ്ടാകണം. അങ്ങനെ പ്രാർത്ഥിക്കുന്നുണ്ടെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ ആമേൻ തീ ഇറങ്ങി വരും. ഏലിയാവ് തകർക്കപ്പെട്ട യാഗപീഠം പണിതിട്ട് ഒരു ചെറിയ വാക്കിൽ അവൻ ദൈവത്തോട് പ്രാർത്ഥിച്ചു, കർത്താവേ എന്നെ കേൾക്കണമേ. സ്വർഗത്തിൽ നിന്ന് തീ ഇറങ്ങി യാഗത്തെ ഭക്ഷിക്കുവാനിടയായി. ഈ കാലഘട്ടത്തിൽ നമ്മുടെ ജീവിതത്തിൽ ആ തീ ഇറങ്ങി വരട്ടെ. തീ ഇറങ്ങി വന്നാൽ ദഹിപ്പിക്കേണ്ടതിനെ ദൈവം ദഹിപ്പിക്കും. ആമേൻ. ഉയർപ്പിക്കേണ്ടതിനെ ദൈവം ജീവനോടുകൂടെ എഴുന്നേൽപ്പിക്കും. ശുദ്ധീകരിക്കേണ്ടതിനെ ശുദ്ധീകരിക്കും. ആമേൻ. മാനസാന്തരത്തിലേക്ക് കൊണ്ടുവരേണ്ടതിനെ ദൈവം മാനസാന്തരത്തിലേക്ക് കൊണ്ടുവരും. അടിക്കേണ്ട ബന്ധനങ്ങളെ ദൈവം അടിച്ചു മാറ്റും. ഈ കാലഘട്ടത്തിൽ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ തീ നമ്മുടെ ജീവിതങ്ങളിലേക്ക് വെളിപ്പെടുമാറാകട്ടെ. ദാവീദിൻ്റെ കാലഘട്ടമായപ്പോൾ മറ്റൊരു സംഭവം നടക്കുകയാണ്. ദാവീദ് ഒരു പാപം ചെയ്തു. ജനത്തെ ഹല്ലേലൂയ അവൻ എണ്ണി തിട്ടപ്പെടുത്തുവാൻ പടയാളികളെ അയച്ചു. ദൈവത്തിൻ്റെ ആലോചനയില്ലാതെ ചെയ്ത ചില പ്രവർത്തികൾ, താൻ വലിയവനെന്ന് കാണിക്കുവാൻ, തൻ്റെ പടയാളികളുടെ എണ്ണം കാണിക്കുവാൻ, തൻ്റെ ആമേൻ പേരും പുകളും വർദ്ധിച്ച് കാണിക്കുവാൻ ദാവീദ് ചെയ്ത പണി ദൈവത്തിന് ഇഷ്ടപ്പെട്ടില്ല. അതുകൊണ്ട് സംഹാരകനായി ദൈവത്തിൻ്റെ ദൂതൻ ഇറങ്ങി വരികയാണ്. ഒന്ന് ആമേൻ ദിനവൃത്താന്തങ്ങളുടെ പുസ്തകം 21-ാം അധ്യായം 26-ാമത്തെ വാക്യം വായിക്കുമ്പോൾ,
ദാവീദ് അവിടെ യഹോവയ്ക്ക് ഒരു യാഗപീഠം പണിത് ദാവീദ് അവിടെ യഹോവയ്ക്ക് ഒരു യാഗപീഠം പണിത് ഹോമയാഗങ്ങളും സമാധാനയാഗങ്ങളും കഴിച്ചു. ഹോമയാഗങ്ങളും സമാധാനയാഗങ്ങളും കഴിപ്പിച്ചു. യഹോവയോട് പ്രാർത്ഥിച്ചു. യഹോവയോട് പ്രാർത്ഥിച്ചു. അവൻ ആകാശത്തിൽ നിന്നും ഹോമയാഗപീഠത്തിന്മേൽ ഹോമയാഗപീഠത്തിന്റെ മേൽ തീ ഇറക്കി അവന് ഉത്തരം അരുളി. അതേ പ്രിയപ്പെട്ടവരെ, തെറ്റിപ്പോയ ഒരു മനുഷ്യൻ, തെറ്റിപ്പോയ ഒരു രാജാവ്, ജനത്തിന്റെ ശിക്ഷയ്ക്ക് കാരണമായ രാജാവ്, എന്നാൽ ഹല്ലേലൂയ ദൈവത്തിന്റെ ദൂതൻ ഒരു സ്ഥലത്ത് നിൽക്കുന്നെന്ന് മനസ്സിലാക്കിയപ്പോൾ വില കൊടുത്ത് ഒരു സ്ഥലം മേടിച്ച് അവിടെ ഒരു യാഗപീഠം പണിത് ആ യാഗപീഠത്തിന്റെ മേൽ യാഗം അർപ്പിച്ച് ദൈവത്തെ മഹത്വപ്പെടുത്തുവാനിടയായി. അതെ, ചിലതിന് നാം വില കൊടുക്കണം, ചിലതിന് നാം വില കൊടുത്തേ മതിയാകത്തുള്ളൂ. ആത്മീക ജീവിതത്തിൽ വളരുവാൻ ഒരു വില കൊടുക്കണം. ആത്മീക ജീവിതത്തിൽ ഉപയോഗമുള്ളവരായി തീരുവാൻ വില കൊടുക്കണം. ആത്മീക ജീവിതത്തിൽ ദൈവ സാന്നിധ്യം അനുഭവിക്കുവാൻ വില കൊടുക്കണം. ഹല്ലേലൂയ. നിസ്സാരമായ കാര്യങ്ങളല്ല. പ്രാർത്ഥനാ ജീവിതത്തിൽ ഉദ്ധരിക്കുക, സാക്ഷ്യം കേൾക്കുവാൻ വില കൊടുക്കണം. വില കൊടുക്കുന്നവരായി തീരുക. ആമേൻ. ഹല്ലേലൂയ. ദാവീദ് വില കൊടുത്ത് സ്ഥലം മേടിച്ചത് മാത്രമല്ല, ദൈവത്തിന്റെ വ്യവസ്ഥ പ്രകാരം തകർക്കുവാൻ നിൽക്കുന്ന സംഹാര ദൂതന് മുൻപായി യാഗപീഠം പണിത് യാഗവസ്തുവിൽ യാഗമർപ്പിക്കുകയാണ്. ആരാധനയിൽ ദൈവം പ്രസാദിക്കുന്ന ദൈവമാണ്. ദൈവത്തിനു മുൻപാകെ നമ്മെ തന്നെ പൂർണ്ണമായി സമർപ്പിച്ചുകൊണ്ട് ജീവിതത്തിലുള്ള കുറവുകൾ ഏറ്റുപറഞ്ഞ്, ബലഹീനതകൾ ഏറ്റുപറഞ്ഞ്, അപ്പാ എന്നോട് ക്ഷമിക്കണമേ, ഞാൻ തെറ്റിപ്പോയി, ഞാൻ അറിയാതെ ഈ തെറ്റിൽ അകപ്പെട്ടു പോയി, അറിയാതെ ഞാൻ അധിക ദൂരം മാറിപ്പോയി, ദൈവ സാന്നിധ്യം വിട്ട് ഞാൻ ഓടിപ്പോയി എന്ന് പറഞ്ഞ് മനസ്സലിഞ്ഞ ഹൃദയത്തോടുകൂടെ പക്ഷതാപത്തോടുകൂടെ മടങ്ങി വന്ന് അപ്പൻ്റെ പാദപീഠത്തിൽ വീണാൽ അപ്പൻ അഗ്നി കൊണ്ട് നമുക്ക് ഉത്തരം മരളിത്തരും. അതേ, ദാവീദിൻ്റെ യാഗത്തെ ദൈവം അംഗീകരിച്ചതുകൊണ്ട് അവിടെ തന്നെ ദൈവത്തിൻ്റെ ആലയം പണിയുവാനിടയായി. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരോട് പറയട്ടെ, താങ്കളുടെ ജീവിതത്തിലുണ്ടായ ചില തകർച്ചകൾ, ചില വെല്ലുവിളികൾ, ചില പോരാട്ടങ്ങൾ ജനത്തിന് വരും സന്തതികൾക്ക് അനുഗ്രഹത്തിനുള്ള ഒരു ആരാധന സ്ഥലമായി മാറുവാൻ പോകുകയാണ്. ദൈവത്തെ മുറുകെ പിടിക്കുക. അവസാനമായി 2 ദിനവൃത്താന്തങ്ങളുടെ പുസ്തകം 7-ാം അധ്യായം 1-ാമത്തെ വാക്യം നാം വായിക്കുമ്പോൾ, ശലോമോൻ പ്രാർത്ഥിച്ചു കഴിഞ്ഞപ്പോൾ ആകാശത്തിൽ നിന്ന് തീ ഇറങ്ങി ഹോമയാഗവും ഹനനയാഗവും ദഹിപ്പിച്ച യഹോവയുടെ തേജസ്സും ആലയത്തിൽ നിറഞ്ഞു. നീ വിശ്വസിച്ചാൽ ദൈവത്തിന്റെ മഹത്വം കാണും. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരോട് പറയട്ടെ, ഈ പുതിയ വർഷത്തിൽ വിശ്വാസത്തോട് പ്രാർത്ഥിക്കുക. ആമേൻ. എനിക്ക് പരിചയമുള്ളതായ ഒരു ദൈവദാസൻ തൻ്റെ സാക്ഷ്യം പ്രകാരം പറയുവാനിടയായി. അദ്ദേഹം തൻ്റെ ജീവിതത്തിൽ ഏതാണ്ട് 40-ാം വയസ്സ് വരെ തികഞ്ഞ ഒരു മദ്യപാനിയായി, മദ്യത്തിനഡിക്റ്റായി മാറ്റപ്പെട്ടു. മദ്യപാനിയായി മാറിയതുകൊണ്ട് അദ്ദേഹം മദ്യം കഴിച്ചില്ലെങ്കിൽ കൈകാലുകൾ വിറയ്ക്കുവാൻ ഇടയായിത്തീരും. തൻ്റെ ഓർമ്മശക്തി നഷ്ടപ്പെട്ടു പോയി. എന്നാൽ കർത്താവ് അദ്ദേഹത്തെ തൊട്ടു. അദ്ദേഹത്തിൻ്റെ മദ്യപാനത്തിൽ നിന്ന് അദ്ദേഹത്തെ ദൈവം വിടുവിച്ചു. അദ്ദേഹത്തിൻ്റെ ദൈവത്തിൻ്റെ വേലയ്ക്ക് വേണ്ടി ദൈവം തിരഞ്ഞെടുത്തു. എന്നാൽ ബൈബിൾ വായിച്ചാൽ ഒന്നും മനസ്സിലാകത്തില്ല. ഒരു വാക്യം പോലും തൻ്റെ മനസ്സിൽ നിൽക്കത്തില്ല. അദ്ദേഹം ഹല്ലേലൂയ പ്രസംഗിക്കണമെന്ന് ആഗ്രഹിക്കും, സാക്ഷ്യം പറയണമെന്ന് ആഗ്രഹിക്കും. എന്നാൽ വായെല്ലാം തിക്കുന്ന വായാണ്. ഒരു വാക്ക് പോലും ഓർമ്മയിൽ നിൽക്കത്തില്ല. ഒരിക്കൽ അദ്ദേഹം ബൈബിൾ വായിച്ചു കൊണ്ടിരിക്കുമ്പോൾ ഈ വേദഭാഗം വായിക്കുവാനിടയായി. ശലോമോൻ 1000 കാളകളെ യാഗമായി അർപ്പിച്ചു. ദൈവം ആ രാത്രിയിൽ ഇറങ്ങി വന്നു, യാഗത്തെ അംഗീകരിച്ചു. തീ കൊണ്ട് ഉത്തരമള്ളി ദൈവത്തിൻ്റെ സാന്നിധ്യം വെളിപ്പെട്ടു. അദ്ദേഹം ആ രാത്രിയിൽ ഒരു തീരുമാനമെടുത്തു. ഈ രാത്രി മുഴുവനും ഞാൻ ഇരുന്നിട്ട് രാത്രി മുഴുവനും ദൈവത്തിന് സ്തോത്രയാഗം അർപ്പിക്കും. രാത്രി മുഴുവനും ഉറങ്ങാതെ തൻ്റെ കരകളെ സ്വർഗത്തിലേക്ക് ഉയർത്തിപ്പിടിച്ചുകൊണ്ട് സ്തോത്രം കർത്താവേ, നന്ദി യേശുവേ, അങ്ങക്ക് യാഗമർപ്പിക്കുന്നെന്ന് പറഞ്ഞ് ആ രാത്രി മുഴുവനും 1000 കാളകളെ യാഗമായി അർപ്പിക്കുന്നത് പോലെ സ്തോത്രമെന്ന യാഗമിട്ട് ദൈവത്തെ ആരാധിക്കുവാനിടയായി. ആ ആരാധനയുടെ നടുവിൽ സ്തോത്രം പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ അദർശനമായ ദൈവത്തിൻ്റെ കരം അദ്ദേഹത്തെ തൊടുവാനിടയായി. പരിശുദ്ധാത്മാവിൻ്റെ സാന്നിധ്യം ശക്തമായി ഇറങ്ങി വന്നു. നാക്കിൽ പുതിയ
പുതിയ ഭാഷകളെ ദൈവം കൊടുത്തു. ഒരു ആരാധനയായി അത് മാറി. ആ ആരാധനയുടെ നടുവിൽ അദ്ദേഹത്തെ ബന്ധിച്ചിരുന്ന ബന്ധനങ്ങൾ അടിഞ്ഞു. ബുദ്ധിയെ ദൈവം പ്രകാശിപ്പിച്ചു. ഇന്ന് ലോകരാജ്യങ്ങളിൽ ശക്തമായി ദൈവത്തിൻ്റെ വചനം പ്രസംഗിക്കുന്ന ഒരു അഭിഷക്തനായ കർത്താവ് ഉപയോഗിക്കുകയാണ്. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, ഈ പകൽക്കാലം താങ്കളുടെ ജീവിതത്തിൽ തീ ഇറങ്ങട്ടെ. തീ കൊണ്ട് ഉത്തരം നൽകുന്നവനായ ദൈവം ഭൂമിയിൽ അവൻ തീയിടുവാൻ വന്നു. അത് ഇപ്പോൾ കത്തി ജ്വലിക്കണമെന്ന് ആഗ്രഹിക്കുന്നു. ഈ പുതിയ ദിവസത്തിൽ, പുതിയ വർഷത്തിൽ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ തീ കുടുംബങ്ങളിൽ വെളിപ്പെടട്ടെ. പരിശുദ്ധാത്മാവിൻ്റെ തീ രാജ്യങ്ങളിൽ വെളിപ്പെടട്ടെ. താങ്കളിൽ പറ്റിപ്പിടിച്ച് പടരുന്ന പരിശുദ്ധാത്മാവിൻ്റെ തീ സഭയ്ക്കകത്ത്, ദേശത്തിൽ വലിയൊരു മാറ്റമുണ്ടാക്കുവാൻ നമ്മൾ തന്നെ സമർപ്പിക്കാം. നമ്മൾ തന്നെ ഹോമയാഗമായി സമർപ്പിക്കാം. ദൈവത്തോട് ഉടമ്പടി ചെയ്യുക, ജീവിതത്തെ സമർപ്പിക്കുക. ഒരു ശലോമോനെ പോലെ പ്രാർത്ഥിക്കുക, ദാവീദിനെ പോലെ വില കൊടുക്കുക, അബ്രഹാമിനോട് കൂടെ ദൈവത്തോട് ഉടമ്പടി ചെയ്യുക, ഹാബേലിനെ പോലെ ദൈവത്തിന് പ്രസാദമുള്ള യാഗമർപ്പിക്കുക. തീ കൊണ്ട് ദൈവം ഉത്തരം നൽകും. പ്രാർത്ഥിക്കാം. ഞങ്ങളെ സ്നേഹിക്കുന്ന സ്വർഗസ്ഥനായ പിതാവേ, സന്ദേശം കേട്ട പ്രിയപ്പെട്ടവരെ ദൈവം അനുഗ്രഹിക്കണം. ഈ പകൽക്കാലം ഈ വചനം കേട്ട എല്ലാ കുടുംബങ്ങളിലും ദൈവത്തിൻ്റെ തീ ഇറങ്ങട്ടെ. അന്ധകാരങ്ങൾ, ശാപങ്ങൾ, ബന്ധനങ്ങൾ, പൈശാചിക പോരുകൾ, പാരമ്പര്യത്തിൻ്റെ കെട്ടുകൾ യേശുവിൻ്റെ നാമത്തിൽ അടിഞ്ഞു പോകട്ടെ. ഈ ദിവസങ്ങളിൽ ആത്മാവിൽ ശക്തമായി പ്രയോജനമുള്ളവരായി തീരുവാൻ ദൈവം സഹായിക്കും. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ പ്രിയപ്പെട്ടവരെ അനുഗ്രഹിക്കുന്നു. മഹത്വം കർത്താവിന് യേശുവിൻ്റെ നാമത്തിൽ തന്നെ. ആമേൻ. ദൈവം താങ്കളെ